ഇയാള് ദൈവവിശ്വാസിയേ അല്ലായിരുന്നു. ഇപ്പൊ ഇയാള് ദൈവവിശ്വാസിയായി എന്റെ കൂടെ കൂടി 3 മാസം കൊണ്ടിട്ട് ഇയാൾ എന്റെ കൂടെ കൂടി ദൈവവിശ്വാസിയായി. ഇപ്പൊ ഇയാളെ പറയാ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങി. എന്താ പേര്? ഭാസ്കരൻ. സുരാജ് ഭാസ്കരൻ. അങ്ങനെ പറയുന്നത്. ആ സിനിമ റിലീസ് സമയത്ത് അത്രയും ആ ക്യാരക്ടർ വളർന്നില്ല. പിന്നീട് ട്രോളന്മാർ അതിനെ എടുത്ത് അതിന് കറക്റ്റ് ഇതിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് കാണിച്ചു തന്ന ട്രോളന്മാരാണ്. നമ്മുടെ ഇവിടുത്തെ നല്ല നടന്മാരൊക്കെ സീരിയൽ കൂടി തന്നെയാണ് വന്നത്. അന്നത്തെ ആകെയുള്ള ഒരു എൻട്രി എന്ന് പറയുന്ന സീരിയലാണ്. സീരിയലിന് അങ്ങനെ താഴ്ത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോലും പുള്ളിക്ക് നല്ല ശത്രുക്കളുണ്ട്. കാരണം ഇന്ത്യ ചെയ്യുന്ന പടങ്ങളെല്ലാം കോടികളാ വരുന്നത്. ശരിക്കും പ്രൊഡ്യൂസ് ചെയ്ത ആദ്യം തുടങ്ങുന്ന ഒരാളുണ്ടല്ലോ, ഇങ്ങനെയൊന്ന് പൈസ വാങ്ങിച്ച് അവന് വീട്ടിലും കിടക്കാൻ വയ്യ. നീ എന്തിനാടാ ജോബിക്ക് കൊണ്ട് കൊടുത്ത വല്ല കാര്യം? ഞാൻ കൊണ്ടുവന്ന ആളാണ് ഇന്ന് 100 കോടി മേടിച്ച ഉണ്ണി മുകുന്ദൻ. ആദ്യ സിനിമ നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പൊ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ പണത്തിന്റെ കാര്യത്തില് പണം പോയി എന്നും പറഞ്ഞ് എനിക്കിന്ന് വരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വെയിലിന്റെ സമയത്ത് എതിരെ ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ലേ? അങ്ങനെ എതിരെ ഒന്നും നിന്നാൽ നമ്മൾ വീഴത്തൊന്നുമില്ലെന്നേ. അന്നേരം നമുക്ക് വേറൊരു ചില നമ്പറുകൾ ഇതൊക്കെ. ഹായ്, നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് സുരാജ് വെഞ്ഞാറമൂട്, ജോബി ജോർജ് തടത്തിൽ, ശരൺ വേണുഗോപാൽ ആൻഡ് ഷെല്ലി. വെൽക്കം. താങ്ക് യു. സുരാജേട്ടനിൽ തന്നെ തുടങ്ങാം അല്ലെ? നാരായണീന്റെ 3 ആൺമക്കളിൽ ഒരാളാണ്, ഏറ്റവും ഇളയാള്. എന്താ പേര്? സുരാജ് ഭാസ്കരൻ. സുരാജ് ഭാസ്കരൻ. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അതാണ് ക്യാരക്ടർ. 3ാമത്തെ ആളാണ്. മൂത്ത ആള് അലൻ സീറേട്ടൻ, 2ാമത്തത് ജോജു, ലാസ്റ്റ് ഞാൻ. കൂടുതൽ സിനിമയിലെ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് പുള്ളി വിളിക്കുന്നത്? പുള്ളി വിളിക്കുന്നത് എന്താ, ഈ കഥ പറഞ്ഞിട്ടാ. അപ്പോ ഇന്ന കഥയാണെന്ന് പറയുന്നു. അത് കൊള്ളാലോ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ രസകരമായിട്ട് കഥ പറഞ്ഞു. പിന്നെ സംവിധാനത്തിനെ കുറിച്ചും നല്ല ധാരണയുള്ള മനുഷ്യനാണ്. അപ്പോൾ പിന്നെ ഒരു നാട്ടുവർത്താനം ആ പേരിൽ തന്നെ എനിക്ക് ഹുക്കായി. അത് ഭയങ്കര രസമുണ്ട്. നാരായണീന്റെ 3 നാരായണിയുടെ എന്നൊക്കെ ഇടാലോ. ഇത് നാട്ടുവർത്താനം പോലെ നാരായണീന്റെ 3 ആൺമക്കൾ. ഞാൻ ചോദിച്ചു, അപ്പോഴേ ചോദിച്ചു ഇതെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട് അല്ലേ, കൊയിലാണ്ടിയാണ് കഥ നടക്കുന്നത്. പുള്ളിയുടെ നാടും അതാണ്. ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എൻ്റെ ആത്മകഥയാണ്, ജീവിത കഥയാണെന്നൊക്കെ. നീ വീട്ടില് ഏറ്റവും ഏതാ? പുള്ളി തന്നെയാ സംഭവം. പടം കണ്ട മനുഷ്യനാ. പുള്ളിയുടെ ഒരു ചെറിയ സാധനത്തിനകത്ത് പുള്ളി കറക്റ്റ് ആയിട്ടുണ്ട്. ആണോ? 3 മാസം നിങ്ങൾ കൊണ്ടുപോയി നിർത്തി അത് പഠിച്ചു. ഞാനിനി അവസാനം എന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് പടത്തിൽ ഇറങ്ങിയതിനു ശേഷം. എന്നാലും ഞാൻ പറയും. ജോബി ചേട്ടൻ എന്താ അട്രാക്ട് ചെയ്ത് ഈ ഗുഡ് വിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ? 3 ആൺമക്കളാണ് അല്ലേ? അതെ. അതിന്റെ കഥയും ആണോ? അതാണോ അട്രാക്ട് ചെയ്തത്? ഗുഡ് വിൽ അട്രാക്ട് ചെയ്തത് അതൊന്നും അല്ല. അദ്ദേഹത്തിന് തമാശ. 3 ആൺമക്കൾ എന്നുള്ളത് ഒരു ഫാക്ട് ആണെങ്കിൽ കൂടുതൽ സത്യം പറയണോ? സത്യം ആദ്യം പറഞ്ഞിട്ട് പിന്നെ വേണമെന്നോട് പറഞ്ഞോളൂ. ആദ്യം ഇത് അട്രാക്ട് ചെയ്യാൻ കാരണം എന്റെ കാശ് പോകാതിരിക്കാൻ വേണ്ട ഒരു കാര്യമുണ്ട്. അത് പിന്നെ സത്യസന്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് സത്യമാണ് ഈ പറയുന്നത്, ദൈവസത്യം. കാര്യം ഇദ്ദേഹം ഒരു കമ്പനി വന്നു, അദ്ദേഹത്തിന്റെ ജോലി അറിയാലോ, ക്യാഷ് കൊടുക്കുക, അത് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ഫിനാൻസ് ചെയ്തു, അവർക്ക് കൊടുത്ത സമയത്ത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു ബാക്കി ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, പുള്ളി അത് എടുത്തതാണ്. പക്ഷെ ഈ എടുക്കുന്നത് ഇതുപോലെയാണ് കഴിഞ്ഞ സൂപ്പർ ഹിറ്റുകളെല്ലാം എടുത്തിട്ടുള്ളത്. പലരും അതിന് കറക്റ്റ് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് ഇത്തിരി പൈസ കൊടുത്തിട്ട് അങ്ങ് എടുക്കും. ആ പൈസ ഇല്ലെങ്കിൽ പറഞ്ഞ. പക്ഷെ എടുത്തതെല്ലാം പൊന്നാണ്. അത് നോക്കി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു തനി മലയാളിയാണ്, ഒരു സാധാരണ മലയാളിയാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പുതിയ നടക്കുന്നതിനെ കുറിച്ച് എല്ലാം നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ്. ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോലും പുള്ളിക്ക് നല്ല ശത്രുക്കളുണ്ട്. കാരണം ഇന്ത്യ ചെയ്യുന്ന പടങ്ങളെല്ലാം കോടികളാ വരുന്നത്. ഇതെങ്ങനെയാണ്? ഇവനല്ലായിരുന്നല്ലോ, വേറൊരാളല്ലായിരുന്നോ? പിന്നെ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്ത ആദ്യം തുടങ്ങുന്ന ഒരാളുണ്ടല്ലോ, ഇങ്ങനെയൊന്ന് പൈസ വാങ്ങിച്ച് അവന് വീട്ടിലും കിടക്കാൻ വയ്യ. നീ എന്തിനാടാ ജോബിക്ക് കൊണ്ട് കൊടുത്ത വല്ല കാര്യം?
എവിടെ നടന്നാൽ ഞാൻ ആ ഒരു കഥാപാത്രത്തിന് ഇപ്പൊ അടുത്ത് കണ്ടിരുന്നു ഒരു ഫംഗ്ഷന്. ഞാൻ ദൈവമേ എന്തിനാ പാവപ്പെട്ട ഇപ്പൊ തന്നെ അതില് എന്റെ 50 കോടി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കണം. അവന് വീണ്ടും പാവം മാനസികമായിട്ട് തളർത്തയാണ്. എന്താണ് ചോദിച്ചേട്ടാ? ഇതാണ് എന്റെ സത്യം. പക്ഷെ നല്ല സിനിമയാണ്. ആ ഒരു കഥയും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. സത്യറായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അലുമിനിയാണ്, ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെ ഇവരിലേക്കൊക്കെ എത്തുന്നത്? ഇവരിലേക്ക് എത്തുന്നത് കഥ എഴുതിയപ്പം എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫേസസ് ആയിരുന്നു ഇവരൊക്കെ തന്നെ. ആ സമയത്ത് ഇവർ വരുന്നോ അല്ലെങ്കിൽ ഈ രീതിയിൽ പടം ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഇപ്പം ഈ ഇപ്പോഴത്തെ രൂപത്തിൽ നാരായണീൻ്റെ 3 ആൺമക്കളായിട്ട് പുറത്തു വരാൻ പോകുന്നത്. അപ്പം എക്സൈറ്റഡ് ആണ്. എന്താണ് ഇത്തവണ ക്യാരക്ടർ? എൻ്റെ ഹസ്ബൻഡാണിത്. ഓ, പുള്ളിയുടെ വൈഫായിട്ട് അഭിനയിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ പേര് നഫീസ എന്നാണ്, ഭാസ്കരൻ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഇഷ്യൂ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തിരിച്ചു വരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു റീസൺ ഉണ്ട് വരുന്നതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അതിനോട് സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, അവിടെ വേറെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചെറിയ ടെൻഷനും ക്യൂരിയോസിറ്റിയും എല്ലാം കൂടെ പോകുന്നതാണ് ഈ സിനിമ. ജോജി ചേട്ടന്റെ കൂടെ കസിൻസ് അതുപോലെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് നേരത്തെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ വരുമ്പോൾ സൗഹൃദം വളരെ നല്ല സൗഹൃദമാണ്. സിനിമയിൽ പുള്ളിക്കാരൻ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. 10-20 വർഷമാവും. ഞാൻ സിനിമയിൽ വരുമ്പോഴും തന്നെ നമ്മൾ നല്ല അന്ന് പുള്ളി ആക്ടിങ് ആയിട്ട് നടക്കുക നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധമുണ്ട്. പിന്നെ പുള്ളിയും തിരക്കായി, ഞാനും വേറെ മേഖലയിൽ തിരക്കായി. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. അതിനിടെ ഡയറക്ടർ ജോജു ജോർജുമായി, ഡയറക്ടറായി, പ്രൊഡ്യൂസറായി. ഇവർക്കൊക്കെ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെ അതെ, അപ്പുറത്ത് ഡയറക്ടർ ആയപ്പോ ഇപ്പുറത്ത് പ്രൊഡ്യൂസറായി. ഇതിൽ ഈ നാടുണ്ടല്ലോ, ഒരുപാട് മദ്രോത്സവം OTT ഈ അടുത്താണ് വന്നത്. ആ കണ്ണൂര് അല്ലെ കാസർഗോഡ് ഭാഷകൾ മനസ്സിലാക്കി ആ നാട്ടിലായിട്ട് ഒരുപാട് നാള് അവിടെ ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞ് ഒരു തിരുവനന്തപുരംകാരൻ എന്നുള്ള രീതിയിൽ എന്താ ഈ നാടുകളെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല? എല്ലാ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല സ്ഥലത്തും പല സ്ലാങ് ആണ് സംസാരിക്കുന്നത്. മലയാളം തന്നെ, പക്ഷെ എന്നാലും ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന നീട്ടലുകളും കുറുക്കലുകളും എല്ലാം ഓരോ സ്ഥലത്തുണ്ട്. അതിൻ്റെതായ ഭംഗി കോഴിക്കോടിനുണ്ട്, കണ്ണൂരിനുണ്ട്, കാസർഗോഡിനുണ്ട്. അപ്പം അത് അവിടുത്തെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. നാട്ടിൽ തന്നെ പടം എടുക്കുക എന്ന് പറയുന്നത് ഒരു ആഗ്രഹമായിരുന്നോ? കുറെ വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ? വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ അങ്ങനെ എന്റെ നാട്ടിൽ വെച്ച് ഞാൻ എടുക്കൂടാ, ഞാൻ കാണിച്ചരാടാ. അതായിരുന്നു ഒരിക്കലല്ല, ഒരു ആഗ്രഹമായിരുന്നു. റിയൽ ലൈഫ് അല്ല. മനസ്സിലായല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. പുള്ളി ഇതിനകത്ത് പല സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? അല്ല, ഒരിക്കലും എന്റെ കഥയൊന്നും അല്ല. പക്ഷെ നമ്മളൊരു കഥ എഴുതുമ്പോൾ നമ്മള് ചുറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള എഴുതുന്ന ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് അതിൽ. ഇവരുണ്ടല്ലോ, ചെറിയ കാര്യമൊന്നുമല്ല. ഈ നാരായണി എന്ന് പറഞ്ഞ അമ്മയോട് ഇവർ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടർ അയാളുടെ സ്വന്തം അമ്മേനെ കൊണ്ട് പാട്ട് വരെ എഴുപ്പിച്ചു ഇതിനകത്ത്. പുള്ളി പേടിച്ചിരിക്കുക എന്താ പറയുമ്പോ. പുള്ളിയുടെ അമ്മയാണ് ആയിരിക്കുന്നുണ്ടോ? 2 പാട്ട് എഴുതി. പാട്ട് എഴുതിക്കുന്നത് ഡയറക്ടറുടെ അമ്മയാ. അമ്മ ചെറുതായിട്ട് എന്റെ വീട്ടിലെല്ലാരും സിനിമയായിട്ട് ആർക്കും അങ്ങനെ ബന്ധമൊന്നുമില്ല. എല്ലാവരും ബാങ്കേഴ്സ് ആണ്. പക്ഷെ ഈ ബാങ്കിന്റെ മാഗസീൻസിലൊക്കെ അമ്മ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോ അമ്മ കൊണ്ട് ചോദിച്ചു എഴുതുമെന്ന് ചോദിച്ചു. അങ്ങനെ കിഷ്കിന്ദ പോലൊരു പടം ഓണം റിലീസ് ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴും എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓണത്തിന് എത്തരത്തിലുള്ള പടങ്ങളാണോ നമ്മൾ കണ്ടു ശീലിച്ചത്? അന്ന് വ്യത്യസ്തമായിരുന്നു കിഷ്കിന്ദ. അത് ഓണത്തിന് ഇറക്കുക എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് അത്ര എളുപ്പമല്ലല്ലോ. അല്ല, ആ തീരുമാനം എടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം ആ സിനിമ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതിനാണ് മലയാളത്തിലെ പ്രേക്ഷകർ വളരെ കഴിവുള്ള ആളുകളാണ്. അവർ ബ്രില്യൻ്റ് ആണ്. അവർക്ക് സിനിമയെ ആ സിനിമയുടെ എന്താണ് അതിനകത്തുള്ളത് അതിനെ അവർ സ്വീകരിക്കും. അപ്പം ഈ സിനിമ ഞാൻ ആദ്യം എനിക്ക് പ്രൊഡ്യൂസർ ഡയറക്ടർ അയച്ചു തരുമ്പോൾ ഞാൻ ലണ്ടനിലായിരുന്നു. ഞങ്ങൾ കുടുംബസമേതം അവിടെയാണ് ആദ്യം കണ്ടത് ഈ സിനിമ. കണ്ടപ്പോൾ ആദ്യം ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, ആ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും.
അത് തന്നെയാണ് അത്. അതിനുശേഷം ഈ സിനിമ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് ലിസ്റ്റിൻ്റെ 3D പടം വരുന്നു, ആ പടം വരുന്നു, ഈ പടം വരുന്നു, എല്ലാവരും എന്നെ പുറകോട്ടാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങൾ പൈസ പോണേ എൻ്റെ അല്ലേ പോണേ, ഞാൻ ആ കോൾ എടുത്തോളാം. എനിക്ക് പക്ഷേ ആ പടം ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങുന്നതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തതിൻ്റെ തലേ ദിവസം അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നോട് ഡയറക്ടർ വീണ്ടും പറഞ്ഞു, ചേട്ടാ എൻ്റെ ജീവിതമാണ് ഇത്, പ്രശ്നമാവുമോ? ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പിറ്റേ ദിവസം വിളിച്ച് രാവിലെ ഒരു അഡ്വാൻസ് കൊടുത്തു, അടുത്ത പടവും തന്നെ ഞാനാ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇറക്കുക എന്ന് പറഞ്ഞു. അത് ചോദിച്ചു ആ ഡയറക്ടർ, ക്യാമറമാൻ, മ്യൂസിക് ഡയറക്ടർ, ഇവർക്ക് 3 പേർക്കും തലേ ദിവസം അഡ്വാൻസ് കൊടുത്തു. അവർ പൈസ കൊടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയിലൊരു ഇതുണ്ട്, അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏതോ തമാശ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് മാവേലി വന്നത് ഗുഡ്വില്ലിലേക്കായിരുന്നു, അവിടെ ഇരിക്കുകയാണ്, അടുത്ത ഓണത്തിനും കഴിഞ്ഞും അവിടെ ഇരുന്നോട്ടെ, വിടണ്ട പുറത്തേക്ക്. ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഇത്രയും കരിയറിലെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പടം ഏതായിരിക്കും? ഏറ്റവും വിഷമിച്ചു പോയി സ്ട്രഗിൾ അല്ല, ഇൻ ദ സെൻസ് ഓഫ് മണി ഞാൻ ഒരു പടത്തിലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല, അതാണ് സത്യം. പക്ഷേ വിഷമിച്ച സിനിമകളുണ്ട്. അത് ഇങ്ങനെയായല്ലോ, അത് ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും കാണത്തില്ല. ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആയ ആളാണ്. എൻ്റെ വീട്ടിൽ ഐ ഡോണ്ട് ഹാവ് നോ സിബ്ലിങ്സ്, എനിക്ക് ചേട്ടനോ അനിയനോ അനിയത്തിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ വന്ന് കുറേ പ്രാവശ്യം പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും. അങ്ങനെ ഒരു പയ്യനെ ഞാൻ പരിചയപ്പെടുകയും അവൻ എന്നോട് പുറകെ നടന്ന് എന്നെ കൊണ്ടൊരു സിനിമ ചെയ്യിപ്പിച്ചു. ആ സിനിമ ഞാൻ പേരവസാനം പറയാം, അവൻ പറഞ്ഞ ബഡ്ജറ്റ് കൊടുത്തു. ആ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം അവനെ ഞാൻ വിളിക്കുമ്പോൾ അവൻ്റെ റിംഗ് ടൂൺ നീട്ടിയടിക്കുന്ന മനസ്സിൽ അവൻ വിദേശത്താണ്. അവൻ അതിനകത്ത് 2-3 പേരൊക്കെ ആയിട്ട് അവൻ ബാങ്കോക്കിലായിരുന്ന സമയത്ത് കമ്മീഷനൊക്കെ മേടിച്ചു പോയി. തിരിച്ചാ പടം വന്നു, ആ പടം ഞാൻ ഇറക്കി. പക്ഷേ എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ പടത്തിൻ്റെ സത്യം കൊണ്ടും അതിൻ്റെ സാറ്റലൈറ്റ് ഡിജിറ്റലൊക്കെ എനിക്ക് വിൽക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നില്ല. പക്ഷെ തിയേറ്ററിൽ വട്ടപൂജ്യമായിരുന്നു. കുംബാരീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയായിരുന്നു, അതെനിക്ക് ഒത്തിരി സങ്കടമുണ്ടാക്കിയൊരു പടമായിരുന്നു. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത് എല്ലാ ആളുകളുടെയും പടം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ ഗുഡ്വില്ലിൻ്റെ ഷോക്കേസിൽ എല്ലാവരുടെയും പടങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടവുമായി. അപ്പോൾ അങ്ങനെ ഞാൻ തെരഞ്ഞു പിടിച്ച് ചെയ്ത പടമാണ് വെയിൽ എന്ന് പറയുന്നത്. അതിനകത്തും സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് നഷ്ടമല്ല. അപ്പം സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ പണം പോയി എന്നും പറഞ്ഞ് എനിക്കിന്ന് വരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വെയിലിന്റെ സമയത്ത് എതിരെ ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ലേ? അങ്ങനെ എതിരെ നിന്നാൽ നമ്മൾ വീഴത്തൊന്നുമില്ലെന്നേ. അന്നേരം നമുക്ക് വേറൊരു ചില നമ്പറുകൾ ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് ന്യായവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം അറിയോ, ഇപ്പം സമയമില്ല, ഇദ്ദേഹത്തിന് പറഞ്ഞു കുഞ്ഞിക്കിളിയുടെ ഒരു കഥയുണ്ട്, അത് എന്നോടൊന്ന് വല്ലപ്പോഴും ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ചുരുക്കം ഇത്രയാണ്. കുഞ്ഞിക്കിളി രാത്രി സ്വപ്നം കണ്ടു, കാലൻ എന്നെ പിറ്റേ ദിവസം കൊണ്ടുപോകും എന്ന് പറയുന്നു. അപ്പോൾ അഹങ്കാരിയായ അക്കരെ കൊണ്ട് കുഞ്ഞുകിളിയെ കൊണ്ട് ഒരു പൊത്തി കൊണ്ട് വെച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ തിരിച്ചു വരുന്നു. കാലൻ ഇറങ്ങി വന്നിട്ട് ഈ കുഞ്ഞിക്കിളി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഞ്ഞിക്കിളി പറയുകയെന്ന് പറഞ്ഞു. അപ്പോൾ കാലൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ഈ ഗരുഡൻ ചോദിച്ചു, കുഞ്ഞിക്കിളിക്ക് മരണഭയമുണ്ട്. മരണഭയമുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് പറ്റുന്നത്. കാലം വന്നിട്ട് പറഞ്ഞു, അല്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ഈ സമയത്ത് സമയമുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ കൂടെ പോകാം, 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം. അതായത് ഇന്ദ്രസദസ് എന്താണെന്ന് അറിയാവോ? ദേവേന്ദ്രന്റെ മന്ത്രിസഭയ്ക്കാണ് ഇന്ദ്രസദസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രസദസ്സില് മന്ത്രിസഭ കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാരും അവരവരുടെ വാഹനം ഓടിച്ച് നമ്മുടെ മന്ത്രിമാർ വരുന്ന പോലെ ലൈറ്റൊക്കെ ഇട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ വാഹനം ഏതാണെന്ന് അറിയാവോ? അറിയാമെങ്കിൽ പറയില്ലേ, ഞാൻ പെട്ടെന്ന് പറയാം. ഗരുഡന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഉയരത്തിൽ പറക്കാൻ പറ്റും. പ്രകാശ വേഗതയിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഗരുഡൻ. അതിൻ്റെതായ ഒരു അഹങ്കാരം ഗരുഡനുണ്ട്. ഗരുഡൻ വന്നു പാർക്ക് ചെയ്തു, മഹാവിഷ്ണു അകത്തോട്ട് കയറിപ്പോയി. കുഞ്ഞിക്കിളി
സോറി, ഗരുഡൻ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ ഈ ഗരുഡൻ തൻ്റെ ചിറകൊക്കെ ഇങ്ങനെ ഒതുക്കിയപ്പോൾ നോക്കുമ്പോൾ മതിലിരുന്നൊരു കുഞ്ഞിക്കിളി കരയുകയാണ്. കുഞ്ഞിക്കിളി കരയുന്നത് കണ്ടപ്പോൾ ഈ ഗരുഡൻ ഒരുത്തൻ തന്നെ കരയണേ, എൻ്റെ കാറ്റടിച്ചിട്ടാണോ? ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഈ കുഞ്ഞിക്കിളി ഇടയ്ക്ക് വഴിയിലേക്ക് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അവിടുന്ന് കാലൻ വണ്ടി ഓടിച്ചു വരികയാണ്. കാലൻ്റെ വാഹനം ഏതാണെന്നറിയാലോ അല്ലേ? പോത്ത്. അപ്പൊ കാലൻ വന്ന് കെട്ടി. അതിനുശേഷം കാലൻ കുഞ്ഞിക്കിളിയെ നോക്കിയിട്ട് അകത്തോട്ട് കയറിയപ്പോൾ കുഞ്ഞിക്കിളി പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടനെ ഈ ഗരുഡൻ ചോദിച്ചു, നീ എന്തിനാടി കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്നലെയാണ് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയത്, ഞാൻ അവളുമായിട്ടൊന്ന് സംഗമിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ വന്ന് കാലൻ പറഞ്ഞു, ഈ പരിപാടി കഴിയുമ്പോൾ എൻ്റെ ആത്മാവിനെ കൊണ്ടുപോകും, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഗരുഡൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇവിടുന്ന് മാറ്റാം, നിനക്കറിയാവുള്ളൂ എനിക്ക് പറക്കാം, ഈ മന്ത്രിസഭ തീരുന്നതിന് മുമ്പ് നിന്നെ ഇവിടുന്ന് മാറ്റാമെന്ന് പറഞ്ഞ ഈ ഗരുഡൻ ഈ കുഞ്ഞിക്കിളിയെ റാഞ്ചിയെടുത്ത് മോളുടെ വീട് എവിടെയാ? കോഴിക്കോട് കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ പൊത്തി കൊണ്ടുവച്ചു. തിരിച്ച് പടക്ക് എന്ന് തിരിച്ചു വന്നു. മന്ത്രിസഭ കഴിഞ്ഞ് ആദ്യം ഇറങ്ങി വന്ന കാലൻ ഈ കുഞ്ഞിക്കിളിയെ ഒന്ന് നോക്കി ഇവനോട് ചോദിച്ചു, കുഞ്ഞിക്കിളി എന്തെന്ന് ചോദിച്ചു. ഗരുഡനോട് ചോദിച്ചു. ഗരുഡൻ പറഞ്ഞു, ഞാൻ പറയേലെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഈ കാലൻ എന്ത് ചെയ്യുന്നറിയോ? ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ഗരുഡൻ കാലിനോട് ചോദിച്ചു, എന്നെ ചിരിക്കണം എന്ന് ചോദിച്ചു. നീ എൻ്റെ പണി കുറച്ച് തന്നു. അതെന്നാന്ന് ചോദിച്ചു. 7ാം കടലിന് അക്കരെയുള്ള ഒരു മരപ്പൊത്തിലിരുന്ന് പാമ്പ് ചാകേണ്ട ഇവൻ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നതാണ് എന്റെ ചോദ്യം എന്നാണ് കാലം പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ എന്തും നടക്കത്തുള്ളൂ. യോഗം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശത്രുക്കൾ വന്നാൽ അവരവിടെ നിൽക്കട്ടെ, അത്രയും അതൊന്നും ടെൻഷൻ അടിക്കുന്നത്. എതിരൊക്കെ വരും, എതിരും വരും, നല്ലതും വരും. എനിക്കങ്ങനെ എതിരൊന്നുമില്ല ഇവിടെ. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നോട് എല്ലാവർക്കും പ്രണയമാണ്. പ്രൊഡ്യൂസർ അസോസിയേഷന് കുറെ മെമ്പേഴ്സ് ഉള്ള പ്രണയമുണ്ട്. കാര്യം ഇദ്ദേഹം ചെയ്യുന്ന പടം എല്ലാം ഇങ്ങനെ 50-ഉം 100-ഉം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഇത്. അപ്പൊ അത് സംഭവിക്കുന്നതാണ്. നമ്മുടെ ആരുടെയും കഴിവൊന്നുമല്ലെന്നേ, നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ദൈവം നമ്മളിലൂടെ നമ്മൾ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. മനസ്സിലായി? 1, ഞാൻ ദൈവത്തോട് മത്സരിക്കാറില്ല. 2, ഞാൻ പ്രകൃതിയോട് മത്സരിക്കത്തില്ല. 3, ഞാൻ വിധിയോട് മത്സരിക്കും. ഇതെന്റെ ഒരു വിധിയാ. ഇപ്പൊ നാളെ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇതുവരെയും നമ്മൾ ഓക്കെയാണ്. ശൈലജ ചേച്ചി, ഉഷയ്ക്ക് ശേഷം എങ്ങനെയായിരുന്നു ലൈഫിൽ ഒരു ചേഞ്ച് എന്ന് പറയാം? ശാലിനി എല്ലാവരും പറഞ്ഞിരുന്നു ഒരു കാലം വരെ, പക്ഷെ പിന്നീട് ഉഷയായി മാറിയില്ലേ? അപ്പോൾ അതിന് ശേഷം എങ്ങനെയാ ലൈഫിൽ ഒരു കരിയറിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല, ആസ് യൂഷ്വൽ പോകുന്നു. കുറച്ച് പ്രോജക്ട്സ് തെലുങ്കിൽ ചെയ്തു, തമിഴ് ചെയ്തു. വലിയ മാറ്റങ്ങളെന്ന് പറയാൻ ഇല്ല. കുറച്ചും കൂടെ എൻ്റെ വിസിബിലിറ്റി കൂടി, കുറച്ചും കൂടെ ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങി, എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അറിയാനില്ല, തിരിച്ചറിയാൻ തുടങ്ങി. വേറെ സീരിയലിന് പൊതുവെ എല്ലാവരും പറയും സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ തടസ്സമാവും, ഇനി അഥവാ വന്നാൽ തന്നെ തിരിച്ചങ്ങോട്ട് പോയാൽ അതിലും പ്രയാസമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്താ അതിൽ തോന്നിയിട്ടുള്ളത്? നമ്മുടെ ഇവിടുത്തെ നല്ല നടന്മാരൊക്കെ സീരിയലിൽ കൂടെ തന്നെയാണ് വന്നത്. അന്നത്തെ ആകെയുള്ള ഒരു എൻട്രി എന്ന് പറയുന്ന സീരിയലാണ്. സീരിയലിന് അങ്ങനെ താഴ്ത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. നല്ല കഥകളൊക്കെ വന്നിട്ടുള്ള പഴയ 13 എപ്പിസോഡ് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പം വന്നിട്ട് അതിന്റെ വിഷൻ, സീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട്ടിലെ നമുക്ക് സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് സീരിയലിൽ വരുന്നത്. ആ ഒരു കഥയാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അതിന് ആവശ്യമില്ലാത്ത കുറേ മിക്സ്ചറും കുറേ നമുക്ക് പഴയ ഇപ്പം നടക്കാത്ത ആരും മറ്റേ പട്ടുസാരിയും പൂവും വെച്ചിട്ടല്ല രാത്രി കിടന്നുറങ്ങുന്നത്. നമ്മൾ റിയാലിറ്റി ആയിട്ട് മാറിപ്പോകുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ സീരിയലിനെ വേറെ രീതിയിൽ കാണുന്നത്. അത് മാറണം. അതുപോലെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അതിൽ പ്രഗ്നന്റ് ആവേണ്ട കാര്യമില്ല. റിയാലിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ സീരിയലും സിനിമ എല്ലാം അഭിനയം തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. എനിക്ക് ആ കുഞ്ഞിക്കുള്ളിയുടെ കഥ ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ട്. കുഞ്ഞുകിളി കറക്റ്റ് സാധനമാണ്. അതെന്താ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കറക്റ്റാണ്. ഇന്ദ്രസഹസ്രം അതിനൊക്കെ എനിക്കറിയാന്നുള്ളത്. കുഞ്ഞുകിളി പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. ഞാൻ എടുത്ത അതിന്റെ ഇത് തരുമോ? ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾ സമാധാനം. കാട്ടില് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ കുഞ്ഞുകിളി ഇങ്ങനെ ഇരുന്നപ്പോ കാലൻ നടന്നു വന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയി. കാലനെ ചിരി ചിരിച്ചിട്ട് പോയി. ഇത് കുഞ്ഞുകിളിക്ക് പേടിയായി. കാലൻ എന്തിനാ എന്നെ കണ്ട് ചിരിച്ചത്?
അപ്പോൾ വലിയ പക്ഷിയാണല്ലോ, ഗരുഡനോട് എന്ന് പറഞ്ഞ് കാലം എങ്ങനെ കണ്ട് എന്നെ ആക്കിയിട്ട് പോയി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അങ്ങനെ ശരി നീ വിഷമിക്കണ്ട, എന്നെ കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗരുഡനെടുത്ത് 7-ാം കടലിനക്കരയുള്ള ഒരു മരപ്പൊത്തിനകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഗരുഡൻ തിരിച്ചു വന്നപ്പോൾ കാല അവിടെ നിൽക്കുന്നു. അതെ, ആ പാവപ്പെട്ട ചെറിയ കിളിയെ കണ്ട് എന്തിനാണ് നീ ചിരിച്ചതെന്ന് ചോദിച്ചു. അല്ല, 7-ാം കടലിന് അക്കരെയുള്ള ഒരു മരപ്പൊത്തിനായിരുന്നു പാമ്പിന്റെ കടിയായിട്ട് മരിക്കേണ്ട ഗുരുവി എന്തിനാ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് ചിരിച്ചതാന്ന്. കിട്ടിയ ഇതാണ് അദ്ദേഹം ഇന്ദ്രസദസ്സും എല്ലാം ആയിട്ട്. ഇവര് ഷോർട്ട് ഫിലിം പറഞ്ഞു, ഞാൻ മെഗാ സീരിയൽ. അത് കേട്ട ഉടനെ അടുത്ത സീരിയലിന്റെ കഥയാണ് വിധി. അതാണ് ലൂപ്പില് കൃത്യം. കറക്റ്റ്. സുരാജേട്ടാ, ഞങ്ങളുടെയൊക്കെ ഒരാഴ്ച എടുത്താൽ ഒരു വട്ടമെങ്കിലും നമ്മള് ഇതിങ്ങനെയൊന്നും അല്ലടാ കൃത്യം എടുക്കും. ഞങ്ങളത് പറയാത്തൊരു ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ആരെങ്കിലും ഒരു ഗാങ്ങിലെങ്കിലും പറഞ്ഞു. അത്രയും ഞങ്ങളുടെ ലൈഫിന്റെ ഭാഗമായി നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, ഇനിയിപ്പോ ക്യാരക്ടേഴ്സ് അറിയാത്തവരാണ് ഈ ഡയലോഗ് എങ്കിലും ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പം ആക്ടർ ദേശീയ അവാർഡിന് ശേഷം സുരാജ് എന്നുള്ള ഒരു ആക്ടർ ആൾക്കാർ കാണുന്നത് തന്നെ മാറി. അപ്പൊ നമ്മൾ ഈ ഇപ്പം അഡിയോസിലെ ബോസ് ആണെങ്കിലും പ്രിയനാണെങ്കിലും ഇഡിയിലെ ബിനു ആണെങ്കിലും നാഗേന്ദ്രൻ ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പം അതിൽ ഹ്യൂമർ ഉണ്ട്. പക്ഷെ ചേട്ടൻ മാത്രമുള്ള സ്പേസിൽ ചേട്ടൻ ഈ ക്യാരക്ടറിനെ പറ്റി ആലോചിക്കുമ്പോഴേ ഞാനിപ്പോൾ ആളും കുറച്ച് മാറിയല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ആക്ടറും കൂടി ആണല്ലോ, അപ്പൊ പഴയ കോമഡി കടന്നു വരണോ, അങ്ങനത്തെ ചിന്തകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഹ്യൂമറാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം മ്യൂസിക് കേട്ടോണ്ടാണ് ഉണരണത്. ഞാൻ രാവിലെ എണീറ്റ ഫസ്റ്റ് ചെയ്യുന്നത് മ്യൂസിക്. അത് കഴിഞ്ഞാൽ ചിരിക്കാനുള്ള എന്തെങ്കിലും, ഒരു ദിവസം ചിരിച്ചില്ല എങ്കിൽ എൻ്റെ ആ ഒരു ദിവസം നഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കുകയോ ചെയ്യണം. അത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം. അതിന് ഇങ്ങനെ പഴയത് പുതിയത് ഗ്രൂപ്പുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ അങ്ങോട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള എന്തെല്ലാം നമ്മൾ സ്വന്തം തന്നെ എൻജോയ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ തീർച്ചയായിട്ടും. പിന്നെ അത് ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ ട്രോളന്മാർക്ക് ബിഗ് സല്യൂട്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ഇത് വെച്ചിട്ട് എൻ്റെ ക്ലിപ്പിംഗ് വെച്ചിട്ട് ഭയങ്കര രസകരമായിട്ട് എല്ലാ സ്ഥലത്തും നമ്മളുണ്ട് എന്നുള്ളതാണ്. ആ പഴയ എക്സ്പ്രഷൻസ് ഇപ്പൊ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട്. കാരണം ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ടാവും. അപ്പോ അത് വ്യത്യാസമാക്കാൻ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് നാച്ചുറലി ഉള്ളത് തന്നെയാണോ ഹ്യൂമറിൽ? അത് അന്ന് ആ ക്യാരക്ടറിൽ അപ്പൊ സംഭവിച്ചതാ. അത് ഇപ്പൊ ഇന്നിപ്പോ ദശമൂലം ദാമുവിന്റെ പല റിയാക്ഷൻസും അത് അന്ന് ആ സമയത്ത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്ത് അങ്ങ് ചെയ്തു. പിന്നെയാണ് അത് ആഘോഷിക്കപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ആ സിനിമ റിലീസ് സമയത്ത് അത്രയും ആ ക്യാരക്ടർ വളർന്നില്ല. പിന്നീട് ട്രോളന്മാര് അതിനെ എടുത്ത് അതിനെ കറക്റ്റ് ഇതിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് കാണിച്ചു തന്ന ട്രോളന്മാരാണ്. നമുക്കൊന്നും ഇപ്പൊ റിപ്ലൈ ഇല്ല, ഇതേ ഉള്ളൂ, സ്റ്റിക്കറേ ഉള്ളൂ. അതുപോലെ തന്നെ ചിലര് പറയാറുണ്ട്, ഞാൻ മുന്നോട്ട് മാത്രമേ ആലോചിക്കൂ, പിന്നിലുള്ളതൊക്കെ കഴിഞ്ഞു പോയി, ഇനിയിപ്പൊ അതിനെ പറ്റി എന്തിനാ പറയുന്നത്, എനിക്ക് ഫ്യൂച്ചർ തന്നെ ആലോചിക്കാൻ സമയമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന നേരങ്ങളിൽ കടന്നുപോയ വഴികൾ ആലോചിക്കുമോ? പിന്നെ നമ്മൾ വന്ന വഴികളൊക്കെ ആലോചിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അന്ന് പിന്നെ ഇതെല്ലാം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഒരു ലോങ് റൺ ഒന്നിനും ഉണ്ടാവില്ല, ഒന്നിനും ഇല്ല എന്നുള്ളതാണ്. സന്തോഷമായാലും ദുഃഖമായാലും അപ്പം കഴിഞ്ഞു. ഇപ്പം നമ്മൾ അന്നൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുള്ള കാര്യമൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ എന്ത് സംഭവം അല്ലേ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നും ശാശ്വതമല്ല. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച്, ഇപ്പൊ നാരായണീയുടെ 3 ആൺമക്കളുമായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് പോവുക. ഈ ദിവസം അങ്ങനെ നമുക്കാണ് തോന്നുന്നു, അയ്യോ ഇത് ഭയങ്കര ടെൻഷൻ, അയ്യോ ഇത് എന്ത് ചെയ്യും. ഒന്നുമില്ല, 2 ദിവസം ടൈം കൊടുക്കും. പിന്നീട് നമ്മൾ തന്നെ ആലോചിച്ചിരിക്കും, എന്തിനാ അത്രയും സമയം ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചത്. അത് ആലോചിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒന്നിനെ കുറിച്ചും ഭയങ്കര ടെൻഷൻ അടിക്കില്ല. ലൈഫ് ഈസ് ടോട്ടലി എന്താ വിജയുടെ ഇതുണ്ടല്ലോ. ജോബിച്ചേട്ടാ, OTT എന്നുള്ളത് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഇപ്പൊ വരാറുണ്ട്. ചിലർ പറയും OTT കൊടുക്കാലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് അധികം പറഞ്ഞത് OTT-യിൽ അങ്ങനെ മലയാളം പടങ്ങൾ ഇപ്പൊ അത്ര എളുപ്പമൊന്നും എടുക്കുന്നില്ല, ക്രൈറ്റീരിയ വെക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവിലെ തിയേറ്ററിലെ വിജയം തന്നെ നിങ്ങൾക്ക് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ ഇമ്പോർട്ടന്റ് ആണല്ലേ? അതിനതെ, ശരിക്കും സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ കാണേണ്ട ഒരു കലാരൂപമാണ്. പണ്ട് അങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ ചില കസിൻസ് ഒക്കെ പണ്ട് പടം എടുത്തപ്പോൾ അവർ പറഞ്ഞ തിയേറ്ററിൽ നിന്നാണ് ശരിക്കും വരേണ്ടത്. പിന്നെ നിങ്ങൾ ദയവായി ഒരു കാര്യം മനസ്സിലാക്കൂ, OTT അവരിപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സെൽ. അതൊരു ട്രൂ
ഒരു സത്യം തന്നെയാണ് പറയുകയാണ്. പക്ഷേ ഈ സിനിമ നമ്മൾ ഇറക്കുന്ന സിനിമ നന്നായാൽ ഇവർ നമ്മുടെ വീട്ടിൽ വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകും. അതാണ് അതിൻ്റെ. ഇനി നമ്മുടെ സാധനം മോശമാണെങ്കിൽ അതാരും പോകുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊരു ചള്ള് സാധനം പോയി മേടിക്കുമോ? അവരും ഇതുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കി അതിൻ്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആണല്ലോ ഈ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. നമ്മുടെ ആളുകൾ, ഞാൻ ഉൾപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ ആളുകൾ, ചെറിയ സാധനം റിയൽ എസ്റ്റേറ്റ് പോലെയാണ്. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഡൗൺ ആണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 1 കോടി രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് 25 ലക്ഷം രൂപ വിലയുള്ള സാധനം 50 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് വിൽക്കാൻ വെച്ചാൽ വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ നാരായണിയുടെ 3 ആൺമക്കൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ്, ഒരു ഉദാഹരണം പറയുകയാണ്, 4 രൂപയാണെങ്കിൽ ഞാൻ 40 കോടി വേണമെന്ന് ശാഠ്യം പിടിച്ചാൽ ഇതൊരു കാലത്തും വിറ്റു പോകത്തില്ല. എന്നാൽ നാരായണിയുടെ 3 ആൺമക്കൾ ഇത് ഞാൻ ഓടി വിജയിച്ചാൽ 4ന്റെ സ്ഥാനത്ത് ചിലപ്പോൾ 5 എനിക്ക് കിട്ടാം. അപ്പം അതുകൊണ്ട് OTT ഒന്നും ഒരിക്കലും ഇല്ലായ്മ ചെയ്യപ്പെടത്തില്ല. OTT ഒന്നും, പക്ഷെ സാറ്റലൈറ്റ് എന്ന് പറയാം, ടെലിവിഷൻ റൈറ്റ്സ് അത് കുറയും. കാരണം നമ്മളെല്ലാം ഫോണിലാണ്. എൻ്റെ അമ്മ 75 വയസ്സായി. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കാണുന്നത് മൊബൈലിലാണ്. ഫ്ലിപ്പ് ആണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ TV ഉണ്ട്, പക്ഷെ TV ആരും ഓണാക്കാറ് പോലും ഇല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പം പറഞ്ഞ പോലെ ഇതൊന്നും ശാശ്വതമല്ലെന്നേ, എല്ലാം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. സിനിമ ഒരിക്കലും നിൽക്കില്ല. സിനിമയെ ആർക്കും തളർത്താൻ പറ്റത്തില്ല. എന്ത് പ്രതിസന്ധി വന്നാലും സിനിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കലാകാരന്മാരിവിടെ നിൽക്കും. നല്ല കലാകാരന്മാർ എന്നും 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 അവർ സൂര്യപ്രഭ പോലെ നിൽക്കും. അതൊരു സംശയം വേണം. കിഷ്കിന്ധ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനാണ് രോമാഞ്ചം വായിച്ചിട്ടും ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ എൻ്റെ ലക്കി ചാമാണ് എന്ന് പറഞ്ഞു. രോമാഞ്ചത്തിന്റെ കാര്യത്തിൽ പല പ്രൊഡ്യൂസേഴ്സും അന്ന് ഓക്കെ അല്ലായിരുന്നു, വർക്ക് ആയില്ലേ അവർക്ക്? എന്തായിരുന്നു ആ ഒരു ജഡ്ജ്മെന്റ്? അല്ല, ഞാനെന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. എൻ്റെ മോൻ, ഞങ്ങൾ രാത്രിയിൽ എനിക്ക് തോന്നുന്നത് 11:30-ക്കാണ് ഈ സിനിമയുമായി, 11:30-12 മണിയായപ്പോഴാണ് തൊടുപുഴ സ്വാമി എന്ന് പറയുന്ന ഒരാളുടെ മോനും ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയ ജോൺ പോളും കിരണും കൂടി എൻ്റെ വീട്ടിൽ വരുന്നത്. തൊടുപുഴ സ്വാമിയുടെ മോന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം കൂടുതൽ കൊണ്ടാണ് അവൻ എന്നെ വിളിച്ച്, പ്രത്യേക ഒരു നമ്പറിൽ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് പറഞ്ഞു ഈ സിനിമ ഒന്ന് കാണുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനകത്ത് വേറെ തിയേറ്ററുണ്ട്, നമ്മുടെ ഓഫീസ് അല്ലാതെ ഒരു തിയേറ്ററുടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ തിയേറ്ററിലിട്ട് ഈ സിനിമ കാണുന്നത് 12:30 രാത്രിക്കാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു സീനുണ്ട്, ഓടുന്ന ഒരു സീനുണ്ട്, മനസ്സിലായി? ഓടുന്നൊരു സീൻ വന്നപ്പം ഈ സ്വാമിയുടെ മോൻ ഇരുന്ന് ചിരിച്ചപ്പം ഞാൻ അവനെ ഇങ്ങനെ ഞൊള്ളി ചിരിക്കാതല്ലോ എന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾ ജോൺ പോൾ ജോർജ് എന്ന് പറയുന്ന ആളാണ്. ആൾ വളരെ ബുദ്ധിമാനും എല്ലാ ശക്തി കുത്തിയുള്ള ആളാണ്. അവനിപ്പോൾ ഇത് കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവനോട് ഒന്നാമത് അവനോട് ഡീല് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ചിരിക്കുകയാണ് ചെയ്ത ഡീൽ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ പതുക്കെ അവരെ അതെ, അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇവരെ ഒഴിവാക്കി വിടുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു സിസ്റ്റമുണ്ട്, മിറർ ചെയ്യാം. യു ക്യാൻ മിറർ ദിസ് മൂവി ടു എനി അതർ. അപ്പം എൻ്റെ മോന് രാത്രിയിൽ ഇത് മിറർ ചെയ്ത് കിടന്നുകൊണ്ട് അവൻ അവിടുത്തെ ടൈമിൽ വന്നപ്പോൾ അവൻ ഈ സിനിമ കണ്ടു. ഞങ്ങൾ കണ്ടപ്പോൾ അവനും കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി പോകും, നമ്മൾ നാളെ സംസാരിക്കാം. നാളെ രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് വിളിച്ചിട്ട് വേടാ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഞാൻ നിനക്ക് അതിൻ്റെ ലിങ്ക് തരാം, നീ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നോട് പറഞ്ഞു പപ്പ ഞാൻ ഇന്നലെ രാത്രി തന്നെ കണ്ടിരുന്നു, നിങ്ങൾ കണ്ടപ്പോൾ ഞാനിവിടെ കണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പായി. പിന്നെ എല്ലാ അപ്പന്മാർക്കും അവരുടെ മക്കൾ ലക്കി ചാം തന്നെയല്ലേ. നമ്മുടെ അടുത്ത തലമുറ, എൻ്റെ മോനായാലും എൻ്റെ മോളായാലും എല്ലാം എനിക്ക് ലക്കികൾ തന്നെയാണ്, മനസ്സിലായി? ഇപ്പം വേറൊരു സിനിമ ചെയ്യാൻ പോകുന്നത് മോളുടെ ഇഷ്ടപ്രകാരമാണ് അത് ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇതിനകത്തുള്ളതാണ്. പിന്നെ കിഷ്കിന്ധ കാണ്ഡം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു സുഖമുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇതിൻ്റെ കാരണം. ഒരു വ്യക്തിക്കും, ഈ ഇരിക്കുന്ന നടനും ഈ ഇരിക്കുന്ന നടിക്കും ഈ ഇരിക്കുന്ന ഡയറക്ടർക്കും ഈ ഇരിക്കുന്ന പ്രൊഡ്യൂസർക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത സിനിമ ഓടുമെന്ന്. സിനിമ സംഭവിക്കുന്നതാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പൈസ കളഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രൊഡ്യൂസറുണ്ട്, മിസ്റ്റർ ഗുഡ് നൈറ്റ് മോഹൻജി ഞങ്ങളുടെ ഒരു സ്വകാര്യ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഡ്യൂസർക്കും അവൻ ഇഷ്ടമുള്ള നായകനെ വെച്ച്
അവൻ ഇഷ്ടമുള്ള നായികയെ വെച്ച് അവൻ ഇഷ്ടമുള്ള ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ ഇറക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് സന്തോഷം എന്നാണെന്നറിയോ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന വേറൊരു ഫാക്ടറുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇനി ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നത്, ഞാൻ പരിചയപ്പെടുന്ന ശരണ് ഒരു കൈൻഡ് ഓഫ് എന്താ പറയണ്ടേ, ഒരു തന്നിഷ്ടക്കാരനായിരുന്നു. നമ്പർ 1. നമ്പർ 2, ഇയാൾ ദൈവവിശ്വാസിയേ അല്ലായിരുന്നു. ഇപ്പം ഇയാൾ ദൈവവിശ്വാസിയായി എൻ്റെ കൂടെ കൂടി. 3 മാസം കൊണ്ടിട്ട് ഇയാൾ എൻ്റെ കൂടെ ദൈവവിശ്വാസിയായി. ഇപ്പം ഇയാൾ പറയുക ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങി. അതാണ് അതിനകത്ത് വരിക. പിന്നെ പുതിയൊരു ആളെയും കൂടെയും എനിക്ക് ഈ സമൂഹം, നിങ്ങൾ മറക്കാത്തൊരു കാര്യം, ഞാൻ ഓൾറെഡി ദൈവവിശ്വാസിയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനതെ, എന്റെ ഭാര്യ അതെ, എന്റെ കുടുംബം. ജോബിച്ചേട്ടൻ്റെ ഓരോരുത്തർ വരും കേട്ടോ. എന്തിനാന്നറിയാം, എന്നെ വിളിച്ച് 3 മാസം ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ കൊണ്ട് താമസിപ്പിക്കും. എന്താണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് സത്യം. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആളുകൾ പറഞ്ഞു പോകുന്നത് നമ്മളിതിനകത്ത് ഈ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ കാര്യം, നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പറയാത്തൊരു കാര്യം ഇപ്പം വിസ്മരിച്ചു പോകുന്ന കാര്യമുണ്ട്. മലയാള സിനിമ ഫിലിമിൽ നിന്ന് HD ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ HD സ്റ്റുഡിയോ തുടങ്ങിയ ആൾ ഞാനാണ്. ആ സ്റ്റുഡിയോയിൽ ക്യാമറ അസിസ്റ്റൻ്റ് ആയിട്ടും എഡിറ്റിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടും നിന്നവരും ഒക്കെ ഇന്ന് മലയാളത്തിലെ വലിയ വലിയ ആളുകളാണ്. നമുക്ക് അവരൊന്നും തരണ്ട, അവരൊക്കെ ശമ്പളം മേടിച്ച് നമുക്ക് പണിയെടുത്താൽ മതി. പക്ഷേ നമ്മൾ സിനിമയായിട്ട് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ കൊണ്ടുവന്ന ആളാണ് ഇന്ന് 100 കോടി മേടിച്ച ഉണ്ണി മുകുന്ദൻ. ആദ്യ സിനിമ നമ്മൾ കൊണ്ടുവന്നതാണ്. എത്രയോ നടിമാർ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു വിധിയാണ്. നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ഓർത്തിരിക്കാൻ ഇപ്പൊ ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഉള്ളൊരു ഗുണം എന്നാന്നറിയോ, ഇവർ കടന്നു പോയാൽ ഇവരുടെ നിങ്ങൾ പറഞ്ഞ ഈ ദശമൂലം രാമുമായിട്ടും ട്രോളായിട്ടും ഒക്കെ ഇവിടെ നിൽക്കും. നമ്മളെ ഓർക്കാൻ പാടാ. അപ്പൊ നമുക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് ഈ പ്രൊഡക്ഷനൊക്കെ. അതെ അതെ. ഫൈനലി ഒരൊറ്റ ചോദ്യം കൂടെ, കാരണം സുഷിൻ മഞ്ഞുമല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീൻ മാറ്റുന്നത്. അതുപോലെയാണ് ഈ ജംഗിൾ പൊളി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ വാക്കായി വന്നു. എങ്ങനെയാ ശരിക്കും രാജുവേട്ടൻ വിളിക്കുന്നത് എമ്പുരാനിലേക്ക്? എമ്പുരാനിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ ഇപ്പൊ? ഇല്ല, ഇത് എന്താ അതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജംഗിൾ പുളിയാണ് പടം. വെയിറ്റിംഗ്. അത് തന്നെയാണ്. എവിടെ ചെന്നാലും ഇതേ ചോദ്യമുള്ളൂ, എന്നാണ് അത്. ജംഗിൾ പൊളിയോടെ ഞങ്ങൾക്ക് അത് കൗതുകം കൂടി. അത് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പടമല്ലേ, അത് ഇറങ്ങാനും കാണാനും. അതിന് ഭയങ്കര ഇൻഷ്യലായിരിക്കും പടത്തിൽ. പിന്നെ ഒരു സംശയമാണ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഷ്യൽ വരാൻ പോകുന്ന പടങ്ങളിൽ ഒന്നാണ്. എന്തോരം ആക്ടേഴ്സാ അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പല ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ മറ്റേ അദ്ദേഹം ഞാൻ പറഞ്ഞത് തന്നെയാണ്, അത് മനുഷ്യനൊന്നുമല്ല, റോബോട്ടാ രാജു. അപ്പൊ ജംഗിൾ പൊളി. അതെ, 3 ആൺമക്കളും അങ്ങനെ തന്നെ ആവട്ടെ. അത് ഒരു ജംഗിൾ പൊളി ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.